നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നൽകുകയാണ്. കൗമുദി ടിവിയുടെ വക ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ എങ്കിലും നമ്മൾ ജാതി മത ഭേദമന്യേ ഒരു മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഓണത്തിന് കൗമുദി നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു ഓണസദ്യ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ഈ വഴി മലയാള സിനിമയുടെ ഒരു പ്രതിഭാസത്തിൻ്റെ മുൻപിലേക്കുള്ള വഴിയാണ്. ഞാൻ ആ പേര് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ എന്ന് നോക്കാം. ശ്രീകുമാർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? പക്ഷേ അതിന് മുമ്പ് ഒരു 2 വാക്കുകൾ കൂടി, 3 അക്ഷരങ്ങൾ കൂടി, അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് മലയാള സിനിമയുടെ സൗഭാഗ്യമാണ്. സാക്ഷാൽ ജഗതി ശ്രീകുമാറിൻ്റെ വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ കൗമുദി ടി വി നൽകുന്ന ഓണസദ്യ ഇവിടെയാണ്. നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ആ മഹാനുഭാവൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഓണത്തിന് വേണ്ടി ജഗതി ചേട്ടനെ കാണാൻ ഒരു കുടുംബ സംഗമം തന്നെയാണ്. ഇവിടെ വരാൻ കാത്തിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത നിർമ്മാതാക്കളിൽ ഒരാളായ സുരേഷ് കുമാർ, ഭാര്യ മലയാളത്തിൻ്റെ എക്കാലത്തെയും സ്വപ്ന നായിക മേനക. അവർ രണ്ടും വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. അവർ വന്ന ഉടനെ അങ്ങോട്ട് പോകും. ഇത്തവണ നമ്മുടെ കൗമുദി ടി വി നിങ്ങൾക്കായി ഒരുക്കുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നിറഞ്ഞ മനസ്സിൻ്റെയും സ്നേഹബന്ധങ്ങളുടെയും എല്ലാമായ ഒരു ഓണമാണ്. കാരണം ഇന്ന് നമുക്കിവിടെ ഓണത്തിന് അതിഥികളായി എത്തിയിരിക്കുന്നവരെ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പറയേണ്ട കാര്യമുള്ളവരല്ല. മലയാള സിനിമയിൽ ഒരു സിനിമ എപ്പോഴും നല്ല രീതിയിൽ പോകണമെങ്കിൽ, ഞാൻ പലയിടത്തും വായിച്ചും പല ചാനലിലൂടെ കേട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സിനിമ പോകണമെങ്കിൽ കലാബോധമുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണമെന്നാണ് പറഞ്ഞു കേൾക്കുക. അങ്ങനെ ഒരാളെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്ന മുഖം, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്നത് പോലെ സുരേഷ് ചേട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ആ ചേച്ചിയോട് പറയായിരുന്നു, എൻ്റെയൊക്കെ പോലും റോൾ മോഡൽ ചേച്ചിയൊക്കെയാണ്. കാര്യം എത്ര ന്യൂ ജനറേഷൻ വന്നാലും നോക്കുക, ഇന്ന് ഇപ്പോഴും നമ്മുടെ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, അല്ലെങ്കിൽ ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം, ആ സിനിമ ആകെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുള്ളൂ ആ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ അതുപോലെ ഇക്കാര്യം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ മുമ്പോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം കൂടാണ്. ഇനി വരാൻ പോകുന്നതാണ് അതിലും വലിയ സമൃദ്ധമായ ഒരു സംഭവം. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും, ഏത് സ്റ്റേജ് ചെല്ലുമ്പോഴും ഒരാളെ അനുകരിക്കുമോ എന്നാണ് ആദ്യം ചോദിക്കുക എന്നോട്. കാരണം ഞാൻ ആ മനുഷ്യനെ അനുകരിച്ചാണ് മലയാളികൾ അറിയപ്പെടുന്ന ഒരാളായത്. മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ. ജഗതി ഏട്ടനെ നമുക്ക് ഈ ഓണത്തിൽ എന്താ പറയുക, ഏത് വാക്കുകൾ അതീതമാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ ഓണാഘോഷത്തിലേക്ക് ക്ഷണിക്കാനായിട്ട്. അദ്ദേഹം ഇതാ നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ഓണക്കാല ഓർമ്മകളിലൂടെ നമുക്ക് ഒരു യാത്ര പോകാം. ഇപ്പൊ ജഗതിച്ചേട്ടന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എൻട്രി കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാം, എന്തുവാടേ ഇത് മിന്നാമിണിങ്ങിന്റെ നുറുങ്ങു കേട്ടോ, വെട്ടവും വെളിച്ചമൊന്നും ഇല്ല അല്ലടേ, എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും എണ്ണി തീർക്കാൻ നീയും എന്ന് പറഞ്ഞ് കയറി വരുന്ന ആ സീനാണ് ഓർമ്മ വന്നത്. ജഗതിച്ചേട്ടൻ എന്റെ ദൈവമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജഗതിച്ചേട്ടനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് കഞ്ഞി കുടിച്ചു പോകുന്നത്. എവിടെ ചെന്നാലും പറയുന്നത് ജഗതിച്ചേട്ടനെ ഒന്ന് കാണിച്ച്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. അപ്പൊ ഇന്നും നമ്മുടെ മലയാളികള് എപ്പോ വരും എന്ന് വരും എന്ന് കാതോർത്തിരിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് ജഗതിച്ചേട്ടൻ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. സുരേഷ് ചേട്ടനൊക്കെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകില്ലല്ലേ ജഗതിച്ചേട്ടന്റെ? ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്തത് മുതൽ തല്ലുകൂടിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം
ഉച്ചക്കര മുക്കുത്തിയിലാണ് ചേച്ചിയും മോളായിട്ട് അഭിനയിച്ചിട്ട്. അച്ഛൻ മോളായിട്ട് പൊന്നും കൊടുത്തിന് ഉച്ചയ്ക്കൊരു മുക്കുത്തി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് അതിലേക്ക് വരും. ഉച്ചക്കര മുക്കുത്തി അറിയാം, പിന്നെ അരം പ്ലസ് അരം കിന്നരം, ചേട്ടൻ ചെയ്ത ഇഷ്ടംപോലെ അയൽവാസി ദരിദ്രവാസി സിനിമ ചെയ്ത സമയത്താണ് ക്ലൈമാക്സ് ഇട്ട് കളഞ്ഞിട്ട് ഒറ്റ പോക്ക് വെക്കണം. ചേട്ടൻ ക്ലൈമാക്സ് ഷൂട്ടിങ് നാളെ രാവിലെ, തലേ ദിവസം അമൃത ഹോട്ടലിൽ ലെറ്ററിൽ എഴുതി ഞാൻ നാളെ മുതൽ നാളെ ഷൂട്ടിംഗ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അതേ ഒറ്റ സ്ഥലം വിട്ട് വന്നു. ഞാനും പ്രിയനും കൂടെ രാവിലെ ഇറങ്ങി വരുമ്പം അവിടെ കൗണ്ടറിൽ ഒരു ലെറ്റർ എഴുതിയിട്ട് രാവിലത്തെ വേണാട് എക്സ്പ്രസ് അന്ന് ഏത് ലൊക്കേഷനിലേക്ക് പോയതാ ചേട്ടാ? ഏത് ലൊക്കേഷനിലാ പോയ അന്ന്? വേറെ വളത്തിന് പോയതാ. അങ്ങനെയാണോ? ശരിയാണോ? ശരിയാണോ? ഞങ്ങള് രണ്ടുമൂന്ന് പടം ചെയ്യില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് PG വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്. അദ്ദേഹമാണ് ഒരു ദിവസം ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത്. അതൊക്കെ ഇവിടെ വന്ന് എത്ര സംഭവങ്ങൾ ഇങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടെങ്കിൽ പറയാം. വന്നപ്പോഴും ഇച്ചിരി ചെളി അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇച്ചിരി ഇതുണ്ടായെന്ന് തോന്നുന്നു. അന്നേരം അപ്പോഴും പറഞ്ഞു ഓർമ്മിച്ചിട്ട് ശരിക്കാണ്. ഒന്നും തള്ളുന്ന് പറഞ്ഞപ്പോ തന്നെ പക്ഷെ പപ്പ എനിക്കൊന്ന് പപ്പയുടെ പിണക്കം പക്ഷെ വളരെ കെട്ടിപ്പിടുത്താണ്. അതിൽ ഏറ്റവും എനിക്ക് ഇതായിട്ട് തോന്നിയതെന്ന് പറയാം, അവസാനം അമ്പിളിച്ചേട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാനാണ് തെറ്റ് കാണിച്ചത്. അതിൽ നമ്മൾ തകർന്നു എന്ന് വെച്ചാൽ വേറെ ആരും അത് സമ്മതിക്കില്ല. അത് ശരിയാണ്, സമ്മതിക്കാനും അത് ഇണക്കങ്ങൾ തീർക്കണം. അപ്പൊ ആ ഒരു അപ്പൊ ഉള്ള ഒരു ദേഷ്യമുള്ള പിന്നെ അതൊരു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ അന്നെന്ന് പറഞ്ഞ ഏതൊരു പടത്തിലാണേലും ജഗത് ചേട്ടൻ്റെ ഒരു ചെറിയ സാന്നിധ്യം ഇല്ലാതെ പോലും പറ്റുകയില്ല. ഇപ്പൊ ജഗത് ചേട്ടനാണേലും അങ്ങനെ ഓടിയെത്താതെ പറ്റൂലല്ലോ. സ്ക്രിപ്റ്റ് ഇപ്പൊ എഴുതുമ്പോഴേ ജഗതിയേട്ടൻ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ജഗതിയേട്ടന്റെ ക്യാരക്ടറിന് പക്ഷേ ഇതാണ് എന്ന് വെച്ചാൽ ആ റോൾ ചെയ്യാൻ ആളില്ലെന്നുണ്ടെങ്കിൽ അതേ അങ്ങ് മാറും. അത് ഓരോ ഇതിന്റെ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോ ഓരോ അതിലെ കഥാപാത്രങ്ങൾ ഇന്ന് ചെയ്ത അങ്ങനത്തെ കഥകളൊക്കെ വന്ന് ജഗതിച്ചേട്ടൻ പറയാറുണ്ടായിരുന്നു. നമ്മള് അല്ല അങ്ങനെ പപ്പ പക്ഷെ വീട്ടിനകത്ത് കയറിയല്ല അത്ര നമ്മള് സിനിമാറ്റോപ്പിക് ഇല്ല, അങ്ങനെ കാര്യങ്ങൾ പറയാറില്ല. എങ്കിലും ചില നല്ല എല്ലാ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാറുണ്ടോ? പടങ്ങളൊക്കെ കാണാറുണ്ടോ? ചേട്ടന്റെ സീൻസ് ഒക്കെ കാണാറുണ്ടോ? കൂടുതലും മറ്റുള്ളവരുടെ ഇപ്പോഴത്തെ ഈ മനോഹരമായ മന്ദഹാസം അന്നൊക്കെ ഇല്ലായിരുന്നു, ദേഷ്യമായിരുന്നു ഇടയ്ക്കൊക്കെ വീട്ടില്. അതല്ല ഇപ്പോഴും പപ്പ പറഞ്ഞ പോലെ വീട്ടില് നമ്മുടെ അച്ഛന് പപ്പ എങ്ങനെയാണ് ആസ് എ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരു റോളാണ്. അല്ലാതെ നമ്മൾക്കൊരിക്കലും ജഗതി ശ്രീമാർ എന്നുള്ള ഒരു ആംഗിളിൽ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. പപ്പ ഉള്ളപ്പോൾ പപ്പയുടെ സിനിമകൾ കാണുന്നത്, പക്ഷെ ഞങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടോന്നൊക്കെ അങ്ങ് മറിഞ്ഞു എന്നൊക്കെ പുള്ളി പപ്പ നിരീക്ഷിക്കുന്നുള്ളതല്ലാതെ വലിയ ഡിസ്കഷൻ ഫിലിം ഒരു ഡിസ്കഷൻ ഇല്ല. അത് ഇഷ്ടമല്ല പപ്പയ്ക്ക്. പപ്പയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ഫാമിലിയായിട്ട് പുറത്ത് എവിടെയെങ്കിലും പോവുക, എവിടെയെങ്കിലും ദൂരയാത്രകൾ പോവുക, അതൊക്കെയാണ് മെയിൻ ഡിസ്കഷൻ. അന്നത്തെ ആ കാലഘട്ടവും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരുമായിട്ടിരിക്കുമ്പോൾ ആ സൗഹൃദം ഇന്നുണ്ടോ അതോ ഇല്ല? ഇപ്പൊ കാരവൻ ഇതൊക്കെ വന്ന് എല്ലാവരും തനിച്ചിരിക്കുക, അന്നൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയങ്ങളിലേക്ക് പല കാര്യങ്ങളാ, വീട്ടിലെ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു നാട്ടുനടപ്പ്, ഇതെല്ലാം നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാതെ തന്നെ അവിടെ ഇരുന്ന് പല കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എല്ലാവരും കാരവൻ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു അത്തരത്തിന് നല്ല നല്ല കഥാപാത്രങ്ങളും കഥകളും അന്ന് ഇറങ്ങിയിരുന്നു. ഇവരുടെ റിലേഷൻഷിപ്പും ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് സിനിമകൾ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ്. ഇന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാവുമായിരിക്കും. പക്ഷെ അന്നൊരു നല്ലൊരു ബോണ്ടേജ് ഉണ്ടായിരുന്നു. അല്ല എനിക്കൊന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നല്ല, പക്ഷെ അതിനൊരു ഇതിപ്പോ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇവരുടെ ആ ടൈമിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടുപോകും. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ബീയിങ് അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അപ്പോൾ ഉള്ളതിൽ ഒരു ഒളിവില്ല, മറവില്ല, വളരെ ഫ്രാങ്ക് ആയിട്ടാണ് എല്ലാം. ഈ പറഞ്ഞ ഒരു പ്രശ്നമായിരിക്കും ഇന്നത്തെ സിനിമയിൽ. ഇപ്പൊ ഇന്ന് പല സുഹൃത്തുക്കളും പറയാനുള്ള ഇന്ന് റിലീസായ സിനിമയിലെ പാട്ട് പോലും പാടാൻ പറ്റുന്നില്ല പലരും. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയിലെ പാട്ടുകൾ ഇപ്പോഴുള്ള ഒരു അല്ല, ഇപ്പോഴേ നമ്മളൊരു നല്ലൊരു പടത്തില് ഒരു നല്ലൊരു പാട്ട് നമ്മൾ പറഞ്ഞില്ല. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഞാൻ എന്റെ കണക്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 80ഓളം മ്യൂസിക് ഡയറക്ടർമാർ 100 പാട്ടുകാരുണ്ട് സിനിമയിൽ.
158 സിനിമ ഇറങ്ങിയ വർഷത്തില് 100 നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടുകാരനെയോ ഒരു പാട്ടോ നമ്മൾ ഓർക്കുന്നുണ്ട്. എല്ലാവരും പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയിട്ട്. ഇപ്പൊ എന്താന്നറിയാ പാറു, പടങ്ങളിലെല്ലാം പാട്ടിന് ലിറിക്സിന് പ്രാധാന്യം തരുന്നതിന് പകരം മ്യൂസിക്കിനാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ മ്യൂസിക് ആകുമ്പോ വാക്കുകൾ മനസ്സിലാവും. ചേട്ടനുമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, കാലം പടത്തിന് ഊട്ടി ഓർമ്മയുണ്ട് ചേട്ടാ. ഞാനും രവീന്ദ്രനും വിജയമ്മ എല്ലാരും കൂടെ കാലം പടത്തിന് ഊട്ടി ചെന്നപ്പം എന്തുമാത്രം PB ശ്രീനിവാസൻ സാറിന്റെ പാട്ട് ചേട്ടൻ പാടുമായിരുന്നു എന്നറിയാം. തമിഴ് പാട്ട് ഓർമ്മയുണ്ടോ ചേട്ടാ? നമ്മള് രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുറെ പാട്ടുകൾ കുറെ പാട്ട്. അപ്പൊ എനിക്ക് പോലും അറിയാത്ത പല തമിഴ് പാട്ടുകൾ ചേട്ടൻ ഇരുന്ന് പാടുമായിരുന്നു. കാലങ്ങളിൽ അവൾ വസന്തമായിരുന്നു ചേട്ടൻ അന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ അത് പാടിക്കൊണ്ടിരിക്കുക, ഫുൾ പാട്ട് പാടുമായിരുന്നു ഞാനിരുന്ന്. ഓർമ്മയുണ്ടോ ചേട്ടാ? ഏർക്കാട്, ഊട്ടിയല്ല ഏർക്കാട്. ഇവര് തമ്മിൽ ചില ഇച്ചിരി സൗന്ദര്യപ്പണങ്ങൾ വീട്ടിലുണ്ടാകുമ്പോഴത്തേനും കാലങ്ങളിൽ ഒരു ഡ്യൂറ്റൊക്കെ എടുക്കാൻ അഭിനയിക്കാം. അമ്മയ്ക്ക് പിന്നെ അഭിനയം തീരെ വശമില്ല, പുള്ളിക്കൊരു ചിരിയാ ഫുൾ ടൈം പാടുന്ന പാട്ടുകളാണ് ഇതൊക്കെ. ഇവിടെ വന്ന് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, അതിപ്പോ ഒന്നുകൂടെ പറയാം. എന്താണെന്നറിയാം, പണ്ട് നമ്മള് ഈ പിന്നെ ഖുശ്ബു പ്രഭു അവരും കൂടെ ഒന്നിച്ച് കോമ്പിനേഷൻ ഒത്തിരി അഭിനയിച്ച് കുറെ കാലം കഴിഞ്ഞ് ഇവർക്ക് രണ്ടും ഒരേ ഷേപ്പ് പോലെ വരെ തോന്നിയിട്ടുണ്ട്. ഈ ഖുശ്ബുവിന് പ്രഭുവിന്റെ ഷേപ്പ് വരെ തോന്നി എന്ന് പറയുന്നത് പോലെ ഞാൻ വന്നു ഇവർ രണ്ടുപേരെ കണ്ടിട്ട് നോക്ക്, രണ്ടുപേർക്കും ഒരേ സാമ്യം, ഒരേ സിസ്റ്റേഴ്സ് ബ്രദറും സിസ്റ്ററും പോലെ തന്നെ ഇരിക്കും. ഞാൻ പറയുന്നത് അവരുടെ എനിക്ക് തോന്നുന്ന ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും മനസ്സിന്റെ. ചേട്ടൻ ഭയങ്കര ഗ്ലാമർ ആണ് കേട്ടോ. നിങ്ങൾ നമ്മളിപ്പോ സ്ഥിരം കാണുമ്പോ നമുക്ക് ചേഞ്ചസ് അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നും അപ്പൊ കണ്ടിട്ട് ആള് ഒത്തിരി മാറ്റം? അല്ല ശരിക്കും ഉള്ള ആ കാലഘട്ടത്തിൽ ആ ചേഞ്ച് മാത്രമല്ല, ആർട്ടിസ്റ്റിന് കണ്ണ് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴും കണ്ണിനകത്തുള്ള ആ എക്സ്പ്രഷന് ഒരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ കണ്ണ് കൂടെ മനസ്സിലാക്കാൻ പറ്റും ചേട്ടൻ എന്താ മനസ്സിൽ വിചാരിക്കണം. പിന്നെ പാറു വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ജഗതി ചേട്ടൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വരാനൊരു കാരണം, സാധാരണ പണ്ടൊരു കാലത്ത് കോമഡി പറയുന്നവർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് വേണമായിരുന്നു ഇതിനിടയ്ക്ക്, അങ്ങനെയുള്ള ഒരു കോമഡി. പക്ഷെ അതല്ലാതെ നല്ല സുന്ദരനായ ഒരാൾക്കും കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാം എന്ന് ആദ്യം തെളിയിപ്പിച്ച ആളാണ് ജഗതി ചേട്ടൻ. കാര്യം ഏത് ക്യാരക്ടർ ചെയ്താലും, അതുകൊണ്ടാണത് വില്ലൻ ചെയ്താലും ഏത് സംഭവം. ഇപ്പൊ എന്റെ പിന്നെ അപൂർവൻ ചിലർ, അതിനകത്ത് ചെയ്ത അപൂർവൻ ചിലറിനകത്ത് തകർത്തില്ലേ, ഒരു മനുഷ്യൻ പറയില്ല ഇവിടുത്തെ കോമഡി പറയുന്ന നടനാണത്. അതുപോലെ നീ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്ന ആ രീതിയൊക്കെ മൊത്തത്തില് അതുവരെയുള്ള ഇമേജ് തന്നെ പൊളിച്ചടുക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് പോലെ. ഇപ്പോഴും ഞങ്ങൾ കാത്തിരിക്കുക. എന്താണെന്നറിയോ, ഓരോ സാധനങ്ങൾ പറയുന്നത് മനസ്സിൽ കിടക്കുന്ന എപ്പോഴും ഞങ്ങൾ ഈ കൂട്ടുകൂടുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്. എന്തെങ്കിലും ചില കമ്പനി കൂടാൻ പോകുമ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് പോയാലും റിട്ടേൺ അടിക്കാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജയചേട്ടൻ്റെ ഈ എന്നെ നശിപ്പിച്ച് അടങ്ങുക അല്ലടാ പുല്ലേ പറഞ്ഞു. മറ്റേ താളവട്ടത്തിൽ രൂപ എടുത്ത് വെച്ചിട്ട് ലാലേട്ടൻ പറയല്ലേ, ഇത് ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് നീ എന്നെ അതൊക്കെ ഇപ്പോഴും കുറെ മനസ്സിലായി. ഇപ്പോഴും നിൽക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അതിങ്ങനെ എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റിലുള്ളത് പോലും അല്ലായിരുന്നല്ലേ ചേട്ടാ? അതൊക്കെ ആണോ? അതൊക്കെ വന്നതല്ല. അതെല്ലാം ഇവരൊക്കെ ഇംപ്രൂവൈസ് ചെയ്യല്ലേ, അപ്പൊ വന്നിട്ട് ചെയ്യുന്ന സംഭവം. ഇതില് കാണിക്കുന്ന റിഹേഴ്സലിൽ കാണിക്കുന്ന സാധനം ആയിരിക്കില്ല ടേക്കിൽ. ഞാൻ ചോദിക്കാം, നമുക്കറിയത്തില്ല സെറ്റിലൊക്കെ അപ്പം നമ്മളൊരു സീൻ പറഞ്ഞു കൊടുത്താൽ അത് ആയിരിക്കത്തില്ല അല്ലേ പിന്നെ ടേക്ക് എടുക്കുമ്പോൾ അല്ല മുഴുവൻ ഡയലോഗും എല്ലാം. അതുകൊണ്ട് കോമഡി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ ഉള്ളിന്ന് വരുന്നതാണ്. അപ്പൊ റിഹേഴ്സൽ പോലെ ആയിരിക്കില്ല ടേക്കില്. പിന്നെയും അപ്പം ഇത് കഴിഞ്ഞാൽ നിർത്തണം എന്നായിരിക്കും, പക്ഷെ അവരിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ക്യാമറാമാൻ നിർത്തത്തില്ല, ഡയറക്ടറും കട്ട് പറയില്ല, അങ്ങനെ വന്നോണ്ടിരിക്കും. പിന്നെ അത് അവരുടെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു മനോധർമ്മമുള്ള ഒരു വെട്ടത്തില് ഒരു കണ്ണ് കണ്ടുകൂടാത്ത സോഡ കുപ്പി ഗ്ലാസ് വെച്ചിട്ട് വെട്ടത്തില് അവസാനം കണ്ണ് അത് പോയിട്ട് ഇങ്ങനെ ചെവരി കൂടെ പോകുന്ന സീൻ കൊറേ അറിയില്ല. അതുപോലെ സാധനങ്ങള് മറ്റേ തമ്പുരാനേ തമ്പ് വിളിച്ചിട്ട് പോകുന്നുണ്ട്. ആ സാധനമൊക്കെ അതൊക്കെ ഒരിക്കലും ശശി പാലാരി ജീവിതമാണ് പ്ലേസ് പറഞ്ഞിട്ട്
ജീവിതമാണ്, ഉപദ്രവിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇപ്പം അതൊക്കെ എന്നിട്ട് എന്താ പറയാ, എല്ലാരും പറഞ്ഞത് അത് കണ്ടിട്ട് പിന്നെ ജഗതിച്ചേട്ടനെ കാണുമ്പോ ഈ പുള്ളി എന്താണ്, ഈ പുള്ളിയാണോ ഈ തമാശ പറയുന്നത് എന്ന് തോന്നും എന്നാണ് പറയുന്നത്. അങ്ങനെ സെറ്റിൽ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ലേ സ്ക്രീനിൽ. എനിക്ക് എല്ലാവർക്കും പൊതുവെ എല്ലാവരും ചോദിക്കും എന്നോട്, ഇതുപോലെ തന്നെ തമാശയാണോ വീട്ടിൽ, ഇതുപോലെ തന്നെയാണോ? പക്ഷെ നമുക്കറിയാം ഉണ്ടെങ്കിൽ നമ്മള് ഉറക്കം പോലെ സംസാരിക്കില്ല. അത് കഴിഞ്ഞ ചേട്ടൻ വലിയ ഈ അഭിനയിക്കുമ്പോ പോലെ അല്ല, കട്ട് കഴിഞ്ഞാല് ഭയങ്കര അമൃതയുടെ സ്നേഹബന്ധത്തിന് വലിയ വില കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പം ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രയും സിനിമ ചെയ്ത് നമ്മുടെയൊക്കെ സിനിമ ചെയ്യാൻ വരുമ്പോഴല്ല അമൃതേട്ടനൊന്നും കാശ് പറയത്തേ ഇല്ല. വെളിയിൽ പറഞ്ഞതിന് ചോദിച്ചു വാങ്ങി, നമ്മുടെ ഒന്നും പടത്തിൽ വരുമ്പോഴത്തേക്ക് അമൃതേട്ടൻ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി എന്നത്. അങ്ങനത്തെ ബന്ധങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഇത്രയും കാലം പല സിനിമകളുടെ എല്ലാ മേഖലകളിലും കടന്നുപോയ ആളാണ്. ഇപ്പൊ ജഗതി ചേട്ടന്റെ ഒരു പിന്നെ സാന്നിധ്യത്തിന്റെ കുറവ് എത്രത്തോളമാണ് മലയാള സിനിമയ്ക്ക് ഫീൽ ചെയ്യുന്നത് മീറ്റർ പറയാൻ പറ്റും. എങ്ങനെ പറയാനൊക്കും എന്ന് വെച്ചാല് അത് അവിടെ പകരം വെക്കാൻ ആളില്ല. പകരം വെക്കാൻ ആളില്ല. പ്രേക്ഷകരെന്ന നിലയിലൊക്കെ ഇത് 1:100 ആണ്. 100 പേരുടെ കാര്യമാണ് ഒറ്റയടിക്ക് ചെയ്യുന്നത്. 100 പേർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജഗതി ചേട്ടന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലുള്ള ആർട്ടിസ്റ്റ് ആരെങ്കിലും ഒരാളെ നമുക്ക് കാണാൻ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും പലരും ഉണ്ട്, ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ജഗതി ചേട്ടനെ പോലൊരു ആൾക്ക് പകരം വെക്കാൻ ആരില്ല. അതുപോലെ ഭയങ്കര ഒരു സംഭവം ജഗതി ചേട്ടന് മീശ സെലക്ട് ചെയ്യുന്നത് അസാധ്യ കാര്യം തന്നെയാണ്. വേറെ ഒരു ഒരു നാടക വേറൊരു പടത്തിലുണ്ടായിരുന്നു, ഒരാളെ വിളിച്ച് രാജ്യദേവനെ വിളിച്ചുകൊണ്ട് കാണിക്കുന്ന പ്രേംകുമാറിന് അവൻ എയ്ഡ്സ് ആണ് കണ്ടില്ലേ, പുള്ളി പോലീസുകാരനാ ആര് പ്രേംകുമാർ, അവന് പ്രത്യേക പോലീസ് സ്റ്റേഷൻ നോക്കി 8 പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അന്നേരത്തെ ഒരു മീശയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരിടത്തും തൊടാതെ, അതായത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു മീശയൊക്കെ. അതൊക്കെ എവിടെന്നാ ചേട്ടാ? എല്ലാം ഇങ്ങനെ പലരിൽ നിന്നും അബ്സർവ് ചെയ്യോ, പല ആളുകളെയും അങ്ങനെ ചെയ്യല്ലേ, എന്നിട്ട് മേക്കപ്പ് മാൻ എടുത്ത് അതുപോലെ വേണമെന്ന് പറയും അല്ലേ? ഓരോ നടപ്പ്, ഓരോരുത്തരുടെ നടപ്പുകളൊക്കെ അല്ലെ, പഴയ കൂട്ടുകാരുടെ ഒക്കെ നടപ്പൊക്കെ നോക്കി വെക്കും. അതുപോലെ ലൈവ് തമാശ. ഞാൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞു നാഗേഷ് സാറിനെ കുറിച്ചാണ്. ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ നാഗേഷ് സാർ വന്നിട്ട് നടക്കുമ്പം ഒരു ഗ്ലാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനായാസമായിട്ട് അത് തട്ടിട്ട് പോയിട്ട് ഒരു ആക്ഷൻ ഒക്കെ കൊടുക്കും. അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ബോഡി മൂവ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയാനുള്ള കാര്യമാണ് ഏറ്റവും ഇഷ്ടം നാഗേഷ് സാറിനെയാണെന്ന് പലപ്പോഴും പറയാറുള്ളത് അല്ലേ? ഓർമ്മയുണ്ടാ ചേട്ടന്റെ ലൈവ് ചില കോമഡികൾ സിനിമയിൽ അല്ലാതുള്ളത് എനിക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു പടം, ജിത്തു ജോസഫിന് സുരേഷ് ഗോപി ഡബിൾ റോളില്. അപ്പൊ അതിൽ ചേട്ടൻ അസിസ്റ്റന്റ് ആണ് പുള്ളിയുടെ. അപ്പൊ ഞങ്ങളിങ്ങനെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ അത് 2007 അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞുള്ളൂ. അപ്പൊ സുരേഷ് ചേട്ടൻ ചോദിച്ചു, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊന്നും ആയില്ലേ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആയില്ല. അവരുടെ ജയചേട്ടൻ അവിടെ എന്തോ എടുത്തുണ്ട് മേക്കപ്പ് ചെയ്ത് എന്തോ ഒരു സാധനം പ്രോഗ്രാം ഉണ്ട് രാത്രി 10 തൊട്ടിങ്ങനെ. പുള്ളി ജയചേട്ടൻ അത് എടുത്തോണ്ട് അതങ്ങനെ ഇവൻ പാതിരായിക്ക് ഏത് സമയം TV-യിലല്ലേ, പിന്നെ അങ്ങനെ പിള്ളേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കൂളായിട്ടൊരു. അപ്പൊ ഞാൻ ജയചേട്ടൻ അങ്ങനെ പറയുന്ന ഒരിക്കലും നമ്മൾ കരുതുന്നില്ല. ഞാൻ ഒരു മിനിറ്റ് ചിരിച്ചിട്ട് ആ ലൈവ് സാധനങ്ങളാണ് ആ സിനിമയിൽ കേൾക്കുന്ന പോലെ തന്നെ ഓരോ. അതുപോലെ അന്ന് തന്നെ ഓരോ സംഭവം കോസ്റ്റ്യൂമിൽ പയ്യൻ വന്നു വെച്ചു, ചേട്ടാ മുണ്ട് മാറാറായി. അപ്പൊ ഒരു ഓപ്പൺ സ്ഥലമാണ്, ആദ്യം മേടിച്ച് ഇങ്ങനെ മാറാൻ ഒരു കിട്ടും. അല്ല വേണ്ട, ഇപ്പൊ TV-യിൽ അവന്മാരുണ്ട്, അവന്മാർ അടിയിൽ കൂടെ എഴുതി കാണിക്കും ഞകരി തുണി പൊക്കി കാണിച്ചു അങ്ങനെയൊക്കെ ഉള്ളേ. അങ്ങനെ എനിക്ക് വേറെ ഒരു ആർട്ടിസ്റ്റുകളും അങ്ങനൊക്കെ ഈ പറഞ്ഞ വളരെ ഷട്ടിലായിട്ടേ പറയുള്ളൂ, പക്ഷെ ഭയങ്കര രസമായിരിക്കും. അല്ലാണ്ട് ഒരുപാട് നേരം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ലൈൻ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് സിനിമയിൽ താല്പര്യമുള്ളവരോട് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സ്നേഹമാണ്. നമുക്കൊന്നും മറക്കാനൊക്കെ ഒത്തിരി കാര്യം. ഇന്ന് കുറെ ആൾക്കാർ വന്നിരിക്കുന്നു, കുറെ പടങ്ങളിൽ ഞാൻ സഹപ്രവർത്തകരുള്ളവർ ചിലരൊക്കെ വന്നിരിക്കുന്ന സിനിമയിൽ 1-2 പേരെ ഞാൻ മെയിൻ. അവരാ സിനിമയിൽ വന്ന പോസ്റ്റ് ജാട ഉണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം സിനിമയിൽ വന്നവരാണോ എന്ന് തോന്നിപ്പോകുന്ന ചില ആൾക്കാർ ഇന്നുണ്ട്. അവരെ അഭിനയമൊന്നുമല്ല, അവരെ വന്നു കഴിഞ്ഞൊന്ന് ഫേമസ് ആയി കഴിഞ്ഞുള്ള മറ്റേ ആ ജ്യൂസ് കൂടി
മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തമിഴ്നാട്ടിലൊക്കെ കോമഡി ചേട്ടനൊക്കെ എന്തൊക്കെ കാണിക്കാം അങ്ങനെയൊക്കെ ഇല്ലേ? ചേട്ടനൊക്കെ അന്നത്തെ കാലത്തൊക്കെ എന്തൊക്കെ ജാടകൾ കാണിക്കാം, എന്നിട്ട് പോലും വളരെ സിമ്പിൾ ആയിട്ടൊക്കെ അതാ പറയാ. ഒരു മേക്കപ്പ് ഇല്ല, സെൽഫോൺ ഇല്ല, ഇവർക്കൊക്കെ ഇല്ല, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, ഒരു മാനേജർ ഇല്ല, ഒരു മൊബൈൽ ഫോൺ അവസാന സമയത്ത് അങ്ങോട്ട് പപ്പ ഉപയോഗിച്ചു അല്ലേ? അത് എപ്പോഴും കാറിന്റെ ഡാഷ്ബോർഡിൽ ഇട്ടിരിക്കും. അത് നമ്മൾ അതിൽ ഞങ്ങൾ ചുമ്മാ വിളിക്കും. ആക്സിഡന്റലി ചിലപ്പോ എടുത്തു ഇല്ലേ പപ്പ ഹോട്ടൽ റൂമിൽ നിന്ന് നമ്പർ കൊടുത്തിരിക്കും. നമ്മൾ എന്തെങ്കിലും ഇന്നും വൈകുന്നേരം അമ്മയെ വിളിക്കും, ഇന്ന കാര്യം എല്ലാം. പക്ഷെ എത്ര ദൂരത്ത് നിന്നാണെങ്കിലും ഫുള്ളും വിളിച്ച് അന്വേഷിക്കും. ഫുഡ് കഴിച്ചോ, പിള്ളേർ വന്നോ, അങ്ങനെ കംപ്ലീറ്റ് അന്വേഷണം ഉണ്ടാവും. ഇപ്പോഴും എനിക്ക് അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഒരിക്കൽ ജയചേട്ടന് മൊബൈൽ ഫോൺ ഇല്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് മഹാറാണി വന്ന് താമസിച്ചപ്പോൾ അതെനിക്ക് ഓർമ്മയിലും കിട്ടുന്നില്ലേ. എനിക്കെന്ന് കാണണമെന്ന് എങ്ങനെയോ ഞാൻ പറഞ്ഞു പോയി കാണാൻ പറ്റി. അതെങ്ങനെയാന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. മൊബൈൽ ഫോണിൽ കിട്ടിയിട്ടില്ല, ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയ അവർക്ക് അന്ന് ഭാഗ്യം. അങ്ങനെയാണ് പപ്പയും കൊണ്ടുപോകുന്നത്. അതുപോലെ അത് വീണ്ടും ഞങ്ങളുടെ മനസ്സിലേക്ക് വീട്ടില് വന്ന് എന്ത് ചെയ്യും? Actually, ഇപ്പൊ വീട്ടില് സിനിമയുടെ കാര്യം ഒന്നും പറയില്ല എന്ന് പറയുന്നു. പക്ഷെ വായിക്കും, നല്ലൊരു വായിക്കും, നല്ല റീഡറാണ് ആള്. കൂടുതലും വായിക്കും, നല്ല കട്ടിയുള്ള ഫിലോസഫി. ഇവര് തമ്മിൽ കുക്ക് ചെയ്യും, പിന്നെ ഇങ്ങനെ ഇരുന്ന് വായിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഞങ്ങളുടെ ഒരു ഇരിപ്പ് സ്ഥലമായിരുന്നു അതിനു വേണ്ടിട്ടാണ് ചെറിയ ലാർജൊക്കെ വെച്ച് രണ്ടുപേരും കൂടെ. ഈ സദ്യക്കൊക്കെ പോകുമ്പോഴേക്കും ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? കല്യാണത്തിന് നാട്ടിൻപുറത്ത് നല്ല ആഹാരം, നാടൻ ആഹാരം തന്നെയാണ് ഇഷ്ടം. ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല. കഞ്ഞി പേരെ ഏറ്റവും കൂടുതൽ ദോശ, ചമ്മന്തി. എന്റെയൊക്കെ നാട്ടിലെ ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഫുഡൊക്കെ ഇഷ്ടമാണ്. എനിക്കൊന്ന് അത്രയ്ക്ക് അടുത്തുള്ളവരുടെയൊക്കെ കല്യാണത്തിനൊക്കെ പോയാലേ അങ്ങനെ ഫുഡ് കഴിക്കുന്ന അങ്ങനെയുള്ളൂ. അല്ലാതെ പപ്പ അങ്ങനെ ചെല്ലുക അല്ലേ? അല്ല, അപ്പൊ ഈ ഓരോ ഫംഗ്ഷനൊക്കെ പോകും, നിങ്ങള് ഫാമിലി എല്ലാരും പോകുന്ന കാലഘട്ടത്തില് അങ്ങനെ വേണമെന്ന് വരുന്നു. ഇപ്പൊ ചേട്ടനെ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ പക്ഷെ ഇങ്ങനെയൊക്കെ എന്റെ കല്യാണത്തിന് പോലും തലേദിവസം എത്തിയത് അങ്ങ് പൂഞ്ഞാറിൽ വെച്ച എവിടെ വെച്ചാൽ എന്റെ കല്യാണത്തിന് പോലും തലേദിവസം നൈറ്റിലാണ് പപ്പ എത്തുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഡ്രസ് മാറാൻ ടൈമില്ലായിരുന്നു കല്യാണത്തിന് ഡ്രസ്. തിരക്കാരന് ചേട്ടന്റെ കല്യാണത്തിന് തന്നെ ചിലപ്പോൾ വരാൻ പറ്റില്ലായിരിക്കും. കല്യാണത്തിന് ഡ്രസ് മാറാം. എന്റെ ആൽബം നോക്കിയാൽ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന പപ്പയാ. കാരണം സെറ്റ് ചെയ്യുന്ന ഡ്രസ് ഇടാൻ പോലുള്ള അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ യൂസ്ഡ് ആയി. പക്ഷെ എന്നാലും ഉണ്ടല്ലോ എപ്പോഴും എനിക്ക് ആ മനസ്സിന്റെ ഒരു പവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഫേസിൽ ഒന്നും അല്ലേ ഇപ്പോഴും ഞങ്ങൾ തിരിച്ചു വരണം. ഇങ്ങനെ ഇരുന്നാ പോരാ. പടം ഇപ്പോ ഇങ്ങനത്തെ ഒരു ഇത് വന്നതിന് ശേഷം എങ്ങനെയാ രാവിലെ എണീറ്റ് നമ്മൾ നോർമൽ കാര്യങ്ങളൊക്കെ ഒരു 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും, ന്യൂസ് പേപ്പർ വായിക്കും. പിന്നെ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് എല്ലാ കാര്യങ്ങളും പത്രമൊക്കെ എടുത്ത് വായിച്ചെടുത്ത പപ്പ തന്നെ. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് വെല്ലൂരിൽ പോയി ചെന്നപ്പം പത്രത്തെ നമ്മള് തല തിരിച്ച് വച്ചു കൊടുത്തപ്പോ ചേട്ടൻ അത് നേരെ ആക്കി വായിക്കുകയായിരുന്നു. അതേപോലെ TV കണ്ടോണ്ടിരിക്കുമ്പോ മനഃപൂർവ്വം നഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിപ്പിച്ചു മനഃപൂർവ്വം. അപ്പൊ പുള്ളിക്കാരൻ ഈ റിമോട്ട് ഇങ്ങനെ കയ്യിൽ ഇത് ചെയ്തിട്ട് ഇങ്ങനെ എത്തി നോക്കി, ഇങ്ങനെ ആ നഴ്സ് അങ്ങോട്ടും പോകുമ്പോ ഇങ്ങനെ എന്നിട്ട് കുറെ കഴിയുമ്പോ ഇങ്ങനെ എന്തിനാ പോണെന്ന് ഒരു ചെറിയ കണ്ണില് ആ ഒരു ഇറിറ്റേഷൻ. അതൊക്കെ ആയിരുന്നു വെല്ലൂരിൽ വെച്ച്. അപ്പോഴേ മോഡിയുടെ പടം നമ്മൾക്ക് സംശയം തോന്നും. അപ്പൊ ന്യൂസ് പേപ്പർ ഇങ്ങനെ അക്ഷരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അത് ആളെ മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്കൊന്നും അറിഞ്ഞുകൂടാ, കമ്മ്യൂണിക്കേറ്റ് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇന്നലെ നരേന്ദ്രമോദിയുടെ പടം പിന്നെ ഭരതൻ സാർ മരിച്ചപ്പോ പപ്പയുടെ ഒരു ഫ്രണ്ട് മരിച്ചിട്ടുണ്ട്, കാണിക്കുമോ? നമ്മൾ കാണിച്ചു കൊടുത്തില്ല. ന്യൂസ് പേപ്പർ നോക്കിയിട്ട് അമ്മയെ കാണിച്ചു കൊടുക്കുന്നത് പടം കാണിച്ചിരുന്ന ആള് മരിച്ചു ശോഭയെന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം കാണിച്ചത്. കാരണം അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിരുന്നു നമ്മൾ. പുള്ളി അത് കറക്റ്റ് പത്രം വായിച്ചിട്ട് ഇന്ന് കാണിച്ചു. ദാറ്റ് മീൻസ് ഹീസ് അണ്ടർസ്റ്റാൻഡിങ്. അതൊക്കെ വളരെ പേപ്പർ വായിക്കും. അക്കങ്ങൾ പറയും, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുമല്ലേ വായിക്കുന്ന ജഗതിയുടെ ജാ ഗായൊക്കെ വരും. പക്ഷെ എത്രയെന്ന് വെച്ചാൽ ആൾക്ക് റൈറ്റ് ഹാൻഡിന്റെ പോലെ പാങ്ങ് കാണില്ലല്ലോ. ആകെ ഉള്ളൊരു പ്രോബ്ലം ഈ ഒരു റൈറ്റ് ഹാൻഡ് ശരിയായ സ്പീച്ചിങ് സ്കില്ല് വളരെ. കാലിന് എങ്ങനെയുണ്ട് കാലിന്റെ? അപ്പൊ നടക്കും, സപ്പോർട്ട് വെച്ച് നടക്കും. ഭാഗ്യത്തിന് പപ്പായ്ക്ക് ഏറ്റവും നമ്മൾ ഭാഗ്യം എന്ന് വെച്ചേക്കാൻ സ്പൈനൽ ഇഞ്ചറി ഒന്നും ഉണ്ടായില്ല. സ്പൈനൽ ഇഞ്ചറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്
തീർത്തും ഹോപ്പ് ഡോക്ടർ. പക്ഷെ ഭാഗ്യത്തിന് എന്തുകൊണ്ടോ സ്പൈനൽ ഇഞ്ചുറി ഒന്നുണ്ട്. ആ ജെർക്ക് മാത്രം ആ ആക്സിഡന്റ് സമയത്ത് അതും ബെൽറ്റ് ഇട്ടുണ്ട്. ഇവിടെ കഴുത്തിനുള്ള ഇതാണോ ഇവിടെ ഒരു അത് സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ടാണ് അത്രയാണ്. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എല്ലാവരും പറയണു സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് സാധാരണ ലക്ഷണം. അല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് പപ്പയ്ക്ക് ഹെഡ് ഇഞ്ചുറി ഒന്നും ഉണ്ടാവാത്തത്. കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ഇവിടെ മാത്രം ഒരു ഇതുണ്ടായി. അത് ആ ഓക്സിജൻ സപ്ലൈ, ബ്ലഡ് സപ്ലൈ അതിലാണ് പോയത്. പക്ഷെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഓൺ സ്പോട്ട് മരുന്ന് ഉറപ്പാണ്. കാരണം അത്രയ്ക്കുമുള്ള ഇടിയുടെ ഇമ്പാക്ട് അതുപോലെ ഇട്ടിരുന്നത് കൊണ്ട് അതും കിടക്കുമായിരുന്നു. കംപ്ലീറ്റും പപ്പ വർക്ക് കഴിഞ്ഞ് നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിരുന്നു. അപ്പൊ ഫുള്ളുണ്ട്. അപ്പൊ അത്രയും ബെൽറ്റ് ഇട്ടുകൊണ്ട് അത്രയും മുകളിലോട്ട് പോയില്ല. ജസ്റ്റ് ഒരു ഷേക്കാണ്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണം, അതുകൊണ്ടാണ് എന്തോ ഭാഗ്യം എവിടേക്കോ തുണച്ചു. ഓരോ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകണമല്ലോ, അതിലൂടെ ഒന്നായിട്ട് ഇനി ഇപ്പോഴും നമ്മളെല്ലാവരും അതെ ഇതും ഒരു അഭിനയത്തിന്റെ ഭാഗമായി ഇതൊരു അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഇതൊരു ക്യാരക്ടർ അല്ല ചേട്ടാ, നവരസങ്ങളിൽ സ്വന്തമായിട്ടുണ്ടാക്കിയതിൽ ഇതിലേതായത് ഇപ്പൊ മുഖത്ത് നമ്മള് നല്ല മൂടാണെങ്കിൽ നവരസങ്ങളൊക്കെ കാണിക്കും. അതന്നെ ഉദയനാണ് താരത്തില് സ്വന്തമായി ഉണ്ടാക്കിയ 2-3 എത്ര ഹാർഡ് ഓ നവരസങ്ങൾ അല്ലേ, ഇത്രയുണ്ട്. ഒരു രസം കാണിക്കാവോ? ഒരെണ്ണം ചേട്ടാ, ഏതെങ്കിലും ഒരു ശാന്തം. അത് ശാന്തമായി. ശാന്തം. ഇനി വേറെ എന്തെങ്കിലും? ബീഭത്സം. പപ്പ ജയചന്ദ്രൻ ചേട്ടനോട് ഒരു പുച്ഛഭാവം കാണിക്കും. ഒരു പുച്ഛഭാവം. അയ്യോ, അത് കവറേണ്. അതെനിക്ക് കിട്ടി. ഇത്ര ആക്കി കൊണ്ടുവന്നില്ലേ ഞങ്ങളെ പറ. ആക്കി എടുത്തില്ലേ? അത് ഫുൾ ഇല്ല, ഇത് ഉറപ്പാണ്. ഇത്രയും എക്സ്പ്രഷൻസ് ഉറപ്പാണ്. മറ്റേ ഫ്രണ്ട്സിലൊക്കെ പറയുന്നല്ലേ ആവശ്യമില്ലാത്ത ആണി ഏതാന്ന് പറയും. നീ പറയുന്നതെല്ലാം ആവശ്യമില്ലാത്തതായിരിക്കും, പോയി പറയ് എന്ന് പറയുന്ന പോലെ അതുപോലെ വീണ്ടും വരണം ഞങ്ങളുടെ കൂടെ. അതൊക്കെ എന്തായാലും ലാസർ അല്ലേ? ലാസർ എന്നല്ല, അതിനകത്ത് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകണ്ട. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല മുള്ളിരിക്കുകയാണ്. ഇഷ്ടമായി. ഇങ്ങനെ ഒരു ഇതാണ്. ഞാനത് പറഞ്ഞില്ല, അങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ടല്ലല്ലോ പോണ്ട, ഇങ്ങോട്ടല്ലേ സ്വന്തമായിട്ട് ദേഷ്യപ്പെട്ട് ഞങ്ങളൊക്കെ ആയുസോടെ ചിരിച്ചിരിക്കുന്ന ചേട്ടൻ കാരണമാണ്. അല്ലെങ്കിൽ എന്നേ തട്ടിപ്പോയനെ ഞങ്ങളൊക്കെ ഈ ടെൻഷൻ കാരണം. അപ്പൊ ഇനി വീണ്ടും വന്ന് ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ച്. കാരണം എനിക്ക് തോന്നുന്നു ഇവരൊക്കെ മെനകാൻഡി സുരേഷങ്ങളൊക്കെ ഇവരൊക്കെ ഒത്തിരി അറ്റാച്ച്മെന്റ് ഫീൽഡിൽ അങ്ങനെ ഒത്തിരി പേരില്ല. ഇവരൊക്കെ എന്ന് പറയുമ്പോ എപ്പോഴും ഭയങ്കര ഇവരായിട്ടൊക്കെ ഇപ്പം ചിലവരൊക്കെ വരുമ്പോ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു. ആദ്യം വന്നപ്പോ മുതലേ എനിക്കറിയാം. ആദ്യം ഒരിക്കൽ തറവാട്ട് വീട്ടിലായിരുന്നപ്പോ വന്ന ഓർമ്മയുണ്ട്. അപ്പോഴും മുതൽ ഞാൻ കണ്ടു. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളെ കൂടെ വന്നിരുന്ന പപ്പയ്ക്ക് വളരെ പാട്ടൊക്കെ പാടണം കേട്ടോ, പാട്ട് പാടണം. പാട്ട് നല്ലൊരു പാട്ട്. ഞാൻ അന്ന് ആദ്യം വീണ്ടും ഇവിടെ വന്ന് കാണുമ്പോ എന്റെ കണ്ണാടി എടുത്ത് വാങ്ങിച്ച് ഇട്ട് നോക്കി നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വയം തന്നെ ആയി ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് തന്നത്. ഇടയ്ക്ക് കാണാൻ വന്നു. മറ്റേ കാവടിയാട്ടത്തിനകത്ത് ചേട്ടൻ പാടുന്നുണ്ട്, നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം എന്ന് പറഞ്ഞു. ആ പാട്ട് ഓർക്കുന്നുണ്ട് ചേട്ടാ? നിന്നെ നമുക്കറിയാം ചന്ദ്ര. ഒരു പാട്ട് പാടാമോ? ഏത് പാട്ടാ പാടാം? ഏത് പാട്ട് പാടാം നമുക്ക്? ഏത് പാട്ട് പാടാം പപ്പ? അത്രയും കടുത്ത ഓവറായി. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. കാലങ്ങളിൽ അത് തന്നെ ആയിക്കോട്ടെ. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവിയം, കലകളിലെ അവളോവിയം, കാറ്റിനിലെ അവൾ തെന്നൽ. ആളെല്ലാം കറക്റ്റ്, അതെല്ലാം എല്ലാം കറക്റ്റാണ്. ഭാഷകളൊക്കെ വരും. ലൈൻ അങ്ങ് ഇതായപ്പോഴേക്കും എടുത്തു കൊടുത്തപ്പോ അതിങ്ങനെ അതൊക്കെ ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്ന് ഓരോ നടന്മാരെ പറ്റിയൊക്കെ കൂടെ ഉള്ളവരെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചേട്ടന് ഇഷ്ടമുള്ള കൂടെ അഭിനയിച്ചവരാരാണ്? കൂടെ എപ്പോഴും കംഫർട്ടബിൾ പപ്പ പറയുന്ന ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ടൻ
പോലെ തന്നെയാണെന്ന് അത് തന്നെയാണ് യോദ്ധ, താളവട്ടം, കിലുക്കം ഒക്കെ തന്നെ അല്ലേ. പിന്നെ മമ്മൂക്ക ഇവരെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പളുങ്കിനകത്താണ് പപ്പയ്ക്ക് കുറച്ചും കൂടെ മമ്മൂക്കയോടുള്ള ഒരു ഇമോഷൻ. ലോട്ടറി അവർ തമ്മിൽ ഒത്തിരി കോമ്പിനേഷൻ. അതിൽ പറഞ്ഞ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് മനസ്സിൽ എപ്പോഴും ബഹുമാനം തോന്നിയ ഒരു ക്യാരക്ടർ മമ്മൂക്കയുടെ പളുങ്കില. എപ്പോഴും നമ്മൾ ഈ ഹ്യൂമർ വരുമ്പം ഇപ്പോഴാണെങ്കിലും വളരെ ഈ മോശമായ, അതായത് നെഗറ്റീവ് ഒരു എന്താ അല്പം സെക്സ് കലർന്ന ഡയലോഗുകൾ പലയിടത്തും ഉണ്ട്. പക്ഷെ ജയചേട്ടൻ പറഞ്ഞതിലും ഉണ്ട്. പക്ഷെ ഒരിക്കലും അരോചകം. അതാണ് ജയചേട്ടൻ കാര്യം. എന്താ വെച്ചാൽ മിന്നാരത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, ജയചേട്ടൻ ഓർക്കുന്നുണ്ടോ? മോഹൻലാൽ വന്നിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഊരിത്തരണം എന്ന് പറയുമ്പോൾ ജയചേട്ടൻ പറയുന്നത് ലോകത്താദ്യമായിട്ടാണ് ഒരു കാമുകം വന്ന് കാമുകിയിൽ നിന്ന് ഊരിത്തരണം എന്ന് പറയുന്നത്. അത് വേറെ ആര് പറഞ്ഞാലും തിയേറ്ററിൽ പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ ഒത്തു കല്യാണത്തിന്റെ അന്നും നിനക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലടാ കാറ് കിടന്ന് കുലുങ്ങുമ്പോ. പക്ഷെ ഇതൊന്നും ആരെ ഫാമിലിയെ വെറുപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്നൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ജയചേട്ടൻ ഏറ്റവും വലിയൊരു ഗുണമാണ് കൊച്ചു കുഞ്ഞുങ്ങളും വയസ്സുള്ളവരെ ആരും അതിലൊരു വൃത്തികേടെന്ന് പറയില്ല. അത്ര കുറെ സാധനങ്ങള്. പിന്നെ ഈ ഫോൺ ചെയ്തിട്ട് എന്നാ ഞാൻ വെക്കട്ടെ, ഈ വെച്ചതൊന്നും പോരല്ലേടാ എന്ന് പറയാ സൈഡിൽ നിന്നിട്ട് ഇങ്ങനൊക്കെ അതൊക്കെ ഓർക്കുന്നതായി ചേട്ടാ അല്ലേ? ഒക്കെ നല്ല വിറ്റുകളല്ലേ അല്ലേ? ഹെൽമെറ്റും വെച്ചിട്ട് പുറകെ പോകുന്നത് മോഹൻലാലിന്റെ മിന്നാരത്തില്. അങ്ങനെ നിലവിളി ശബ്ദം ഒന്നിടോ. അത് പിന്നിട്ടല്ലേ ഡബ് ചെയ്തപ്പം ചേർത്തല്ലേ അല്ലേ? അല്ലേ? ഡബ് ചെയ്തപ്പം ആ ലൈറ്റ് ഇടുന്ന അത് കാണുമ്പോഴേ അറിയാം അപ്പൊ തോന്നിയ സാധനമാണ്. പക്ഷെ അതൊക്കെ എന്തിനാ ഞാനാ ഇപ്പൊ ശവമാകും കൊണ്ടുപോകാൻ പറഞ്ഞ് റിച്ചാർഡ് ഹോസ്പിറ്റൽ ഒരു ചൂട് ശവം കൊണ്ടുപോകാനുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സാധനം. അപ്പൊ ഇനി ഉടനെ വന്നിട്ട് ഞങ്ങളെ ചിരിപ്പിക്കണം കേട്ടോ. അല്ല ഞങ്ങക്ക് ഇവിടെ ഒരു നിവൃത്തിയില്ല, ഞങ്ങക്ക് വേറെ ആരുമില്ല ഞങ്ങളെ ചിരിപ്പിക്കാൻ. സത്യം അത് ജയചേട്ടന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓർക്കുമ്പോൾ ദണ്ണം വരികയാണ്. അതാ പറഞ്ഞത്, വീണ്ടും ശക്തമായി വരണം. ഒരു പാട്ട് പാടിക്കും. അതിന് പറ്റിയ തുടങ്ങി കൊടുക്കാൻ ഏതാ പാട്ട്? அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயரில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயரில்லையே. மேலில் நின்று பேசும் தெய்வம் பெற்ற தாயின் அம்மாவை வணங்காத உயிரில்லையே, അമ്മാവൈ വണങ്ങാത ഉയരില്ലേയേ. ചേട്ടാ ദാസേട്ടനെ ഒത്തിരി ഇഷ്ടല്ലേ? ദാസേട്ടനെ ഇഷ്ടല്ലേ? ഒത്തിരി ഇഷ്ടല്ലേ? ദാസേട്ടന്റെ പാട്ടല്ലേ ഇത് അല്ലേ? ദാസേട്ടനെ എനിക്ക് കണ്ടപ്പോ തിരക്കിയിരുന്നു. എന്റെ അടുത്ത് നിന്നാണ് നമ്പർ മേടിച്ച് ദാസേട്ടനെ ഇവിടെ വിളിച്ചത്. എനിക്ക് വിളിച്ചിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട് വന്ന് കാണാൻ അവർക്ക്. അങ്ങനെയുള്ളവർ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്നത്. അതിലൊന്നും ദാസേട്ടൻ കാര്യം എപ്പോഴും സംസാരിക്കുമ്പോൾ ദാസേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് പറഞ്ഞ ജയചേട്ടനെയാ. എപ്പോഴും ജയചേട്ടന്റെ വിറ്റുകൾ ഓർത്ത് ഭയങ്കര ചിരിയാ. ചേട്ടാ ഇപ്പൊ ഞങ്ങളുടെ മോള് കീർത്തി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആണോ? ഇവരൊരുമിച്ച് ഓർമ്മയുണ്ടോ ചേട്ടാ? കുബേരനില് അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമുള്ള കൊച്ചൻ. ഓർമ്മയുണ്ട് ചേട്ടാ? ഇപ്പൊ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കാണ് കേട്ടോ. ഗീതാഞ്ജലിയുടെ ലൊക്കേഷനില് ചേട്ടന്റെ ഈ കൈ കൊണ്ട് തന്നെ എല്ലാ എക്സ്പ്രഷനും പറഞ്ഞു. ഇങ്ങനെ അറിയാം. അവൾക്ക് അനുഗ്രഹം വേണം, വിളിച്ചോണ്ട് വരാം. മോളെ വിളിച്ചോണ്ട് വരും കേട്ടോ. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ജഗതി ശ്രീകുമാർ എന്നതിന് പകരം ജഗതി ശ്രീകുമാർ മാത്രം. എന്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് ജഗതി വേഴ്സസ് ജഗതി എന്ന് പറയുന്നത് പോലെ
ഇവിടെ ജഗതി ശ്രീകുമാറും കൂടെ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഓണത്തിന് ഒരുപാട് സന്തോഷം ജഗതി ചേട്ടനിൽ നിന്ന് കാണാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതാ ഒരു സമ്മാനത്തിന് വേണ്ടി ജഗതി ചേട്ടൻ ഇങ്ങനെ കൈ നീട്ടി ഇരിക്കുകയാണ്. അപ്പോ സുരേഷ് ചേട്ടനും മനോജ് ചേച്ചിയുടെ മക ഒരു സമ്മാനം. അപ്പൊ ഇപ്പൊ ചേച്ചി രണ്ടാളും കൂടെ ഒരു സമ്മാനം കൊടുത്ത് വളരെ ഹൃദ്യമായ ഒരു രംഗമാണ് മലയാളികൾ കണ്ടത്. എന്താണ് ജഗതി ചേട്ടനെ പറ്റി ഇപ്പൊ ഓർക്കുമ്പോ? ചേട്ടാ, ഓണത്തിന് ഒരുപാട് സാരിയൊക്കെ വാങ്ങിച്ചു ചേട്ടൻ തന്നിട്ടുണ്ട്. അതൊന്നുമില്ല, എനിക്ക് 2 വശത്ത് ഉമ്മ കിട്ടി ജഗതി ചേട്ടന്റെ. അതാണ് എന്റെ ബെസ്റ്റ് ഓണക്കോടി കേട്ടോ. അപ്പൊ ജഗതി ചേട്ടന്റെ ആ ഉമ്മ പോലെ മധുരമായ സീനുകൾ ഇനിയും മലയാളികൾക്ക് കിട്ടട്ടെ. അതുപോലെ കുടുംബത്തെ നിങ്ങളെ, കാരണം പപ്പയുടെ മൂഡ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തില് നിങ്ങളെ രണ്ടാളെ സംബന്ധിക്കുന്നു ഇത്രയും എന്നെ ഇതിൽ കൂടുതൽ അമ്മ എന്നാലും അല്ല ഒരു ഇങ്ങനെ അമ്മ അജി പപ്പയെ നോക്കുന്ന ഫുൾ ടൈം, പിന്നെ വിജയ മാമൻ, പിന്നെ നമ്മള് എന്താ പറയുന്ന ഫുൾ ഫാമിലി മോന്. അപ്പൊ എന്തായാലും അതുപോലെ ഞങ്ങൾക്ക് ഇനി ഒന്നുമില്ല, ഇങ്ങനെ നമുക്ക് നോക്കാൻ കിട്ടുന്ന ഒരു അവസരം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പുണ്യമാണ്. കാരണം ഇത്രയും തിരക്കിട്ടുള്ള ഒരു ഇതിൽ നിന്നും ഈ ഒരു ഓണം ഇങ്ങനെ ഫുൾ ടൈം അടുത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്, അതിപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനും അമ്മയും ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ചോദിച്ചാൽ, നമ്മൾ സാധാരണ പ്രോഗ്രാമിനിടയ്ക്ക് പറയാറുണ്ടല്ലോ ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ജഗതി ചേട്ടൻ ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് പോയിരിക്കുകയാണ്. ഓണം മലയാള സിനിമ തിരിച്ചു വരുന്നതായിരിക്കും. തീർച്ചയായും അത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ഞങ്ങളുടെ മനസ്സ് വിഷമിക്കാതിരിക്കാനായിട്ട് കുറച്ച് നാൾ നിന്നിട്ട് വീണ്ടും അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും പിന്നെ അയ്യോ അത് കൂടുതൽ ഓർത്തിരുന്നെങ്കിൽ അതിന് ദൈവം തന്നെ കുറച്ച് നാളുകളാണ് അങ്ങനെ. അപ്പൊ ഇനിയും വീണ്ടും തിരക്കിട്ട് പോകുമ്പോ എതിർച്ചയായിട്ട് അങ്ങ് പടത്തിൽ അഭിനയിച്ചോണ്ട് പൊക്കോട്ടെ, ഞാനിവിടെ തന്നെ ഇരുന്നോളാവേ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്രിയപ്പെട്ട മലയാളികൾക്ക് നൽകുകയാണ്. അടുത്ത ഓണത്തിന് ഉറപ്പായിട്ടും ജഗതി ശ്രീകുമാർ അടിപൊളി ക്യാരക്ടർ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിരിക്കും. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, അത്ഭുതം, ശാന്തം. ഇപ്പൊ ജയചന്ദ്രൻ ചേട്ടനോട് ഒരു പുച്ഛഭാവം കാണിക്കും, ഒരു പുച്ഛഭാവം. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവിയം, കലകളിലെ അവളോവിയം, കാറ്റിനിലെ അവൾ തെന്നൽ. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே.